അബ്ദുൽ നാസർ മഅദനി പ്രതിസ്ഥാനത്തുള്ള വധഗൂഢാലോചന കേസ് ക്രൈംബ്രാഞ്ച് എഴുതിത്തള്ളി. കേസ് അവസാനിപ്പിച്ച് ഹൈക്കോടതിയിൽ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. മഅദനിയുടെ കേരള പ്രവേശന തടസ്സം മാറുന്നു. നിയമാനുസൃത ഇളവിനായി സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങി അബ്ദുൽ നാസർ മഅദനി. അബ്ദുൽ നാസർ മഅദനിക്ക് കേരളത്തിൽ പ്രവേശിക്കാനുള്ള വിലക്കുകൾ ഒന്നൊന്നായി ഒഴിവാകുന്നു. മഅദനി ഒന്നാം പ്രതിയായ വധഗൂഢാലോചന കേസ് മൂലമാണ് കേരളത്തിലേക്കുള്ള മഅദനിയുടെ വരവ് തടഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്നാൽ ഇപ്പോൾ അതേ കേസ് തന്നെ എഴുതിത്തള്ളുകയാണ് ക്രൈംബ്രാഞ്ച് ചെയ്തിരിക്കുന്നത്. മാറാട് കേസിലെ പ്രത്യേക കോടതി മുമ്പാകെ ലഭിച്ച സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലാണ് വധശ്രമ ഗൂഢാലോചന ആരോപിച്ച് കേസെടുത്തിരുന്നത്. എന്നാൽ ആ കേസിൽ വ്യക്തമായ തെളിവുകൾ ലഭ്യമല്ല എന്ന് വ്യക്തമാക്കിയാണ് 21 വർഷങ്ങൾക്ക് ശേഷം ക്രൈംബ്രാഞ്ച് ഈ കേസ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടറായിരുന്ന പി പരമേശ്വരൻ അടക്കമുള്ളവരെ കൊലപ്പെടുത്താൻ നടന്ന നീക്കങ്ങൾക്ക് പിന്നിൽ അബ്ദുൽ നാസർ മഅദനിയാണെന്ന ആരോപണമാണ് വർഷങ്ങൾക്ക് മുൻപേ ഉയർന്നിരുന്നത്. അന്നത് വൻ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരുന്നത്. ആ കൊലപാതക ശ്രമത്തിന്റെ പേരിൽ അറസ്റ്റിലായ മാറാട് സ്വദേശി അഷ്റഫ് നൽകിയ മൊഴിയാണ് കേസിൽ നിർണായകമായി മാറിയത്. പി പരമേശ്വരനെ കൊലപ്പെടുത്തുന്നതിനായി മഅദനി തന്നെ ചുമതലപ്പെടുത്തിയിരുന്നതായും അതിനായി തനിക്ക് പണം നൽകിയതായുമാണ് അറസ്റ്റിലായ അഷ്റഫ് നൽകിയിരുന്ന മൊഴി. തോക്കും മറ്റ് ആയുധങ്ങളും വാങ്ങുന്നതിനായാണ് മഅദനി തനിക്ക് പണം നൽകിയതെന്ന ഗുരുതര ആരോപണവും മൊഴിയിലുണ്ടായിരുന്നു. പരമേശ്വരനെ വധിക്കാനുള്ള നീക്കവുമായി കന്യാകുമാരി വരെ പിന്തുടർന്നുവെങ്കിലും വിജയിച്ചില്ല എന്നും ഭാരതീയ വിചാര കേന്ദ്രം സംഘടിപ്പിച്ച പരിപാടികളിലെല്ലാം വലിയ ജനകീയ പങ്കാളിത്തം ഉണ്ടായതിനാലാണ് വധശ്രമം പാളിപ്പോയതെന്നും തിരുവനന്തപുരത്ത് വെച്ച് വധിക്കാൻ നടത്തിയ ശ്രമങ്ങളും ഇതുപോലെ പാളിപ്പോയതായും അഷ്റഫ് നൽകിയ മൊഴിയിലുണ്ട്. പ്രതിസ്ഥാനത്ത് മഅദനിയെ നിർത്തി അഷ്റഫ് നൽകിയ മൊഴിയെ തുടർന്നാണ് വധഗൂഢാലോചന കേസിൽ ഒന്നാം പ്രതിയായി മഅദനിയെ ഉൾപ്പെടുത്തി ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിനെ തുടർന്ന് ബംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മഅദനിയെ അന്വേഷണ സംഘമെത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. കേരള രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഏറെ അടിയൊഴുക്കുകൾക്ക് തുടക്കമിട്ട അത്യധികം പ്രാധാന്യമേറിയ കേസാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എഴുതിത്തള്ളിയിരിക്കുന്നത്. ആരോപണങ്ങളല്ലാതെ വ്യക്തമായ തെളിവുകളൊന്നും മഅദനിക്കെതിരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം. പ്രമാദമായ ഈ കേസ് മൂലം മഅദനി കേരളത്തിൽ പ്രവേശിക്കുന്നത് തടഞ്ഞുകൊണ്ട് ഒട്ടേറെ വിലക്കുകൾ നിലനിന്നിരുന്നു. വധശ്രമ ആരോപണ കേസിൽ നേരത്തെ മഅദനിക്ക് ജാമ്യം ലഭിച്ചിരുന്നുവെങ്കിലും കേരളത്തിൽ പ്രവേശിക്കുന്നത് തടഞ്ഞുകൊണ്ട് സുപ്രീം കോടതി രംഗത്തെത്താൻ കാരണം ഈ കേസായിരുന്നു. മഅദനിക്ക് കേരളത്തിൽ പ്രവേശിക്കാനുള്ള ഏക തടസ്സവും ഇതേ കേസ് തന്നെയായിരുന്നു. ജാമ്യാപേക്ഷയുമായി അന്ന് മഅദനി സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ മാധ്യമപ്രവർത്തകനും ഹൈന്ദവ സംഘടനാ നേതാവുമായ TG മോഹൻദാസ് ആണ് മഅദനിക്കെതിരെ കക്ഷി ചേർന്ന് കോടതിയെ സമീപിച്ചത്. മഅദനിക്കെതിരെ കൊലപാതക കേസിൽ അന്വേഷണം നടക്കുന്നതിനാൽ ജാമ്യം അനുവദിക്കരുതെന്ന വാദമാണ് അന്നുയർത്തിയത്. ആ വിധം വാദമുഖങ്ങൾ അംഗീകരിച്ച സുപ്രീം കോടതി കേരളത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് മഅദനിയെ വിലക്കിക്കൊണ്ട് ഉത്തരവ് ഇടുകയും ചെയ്തു. വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും ആ ഉത്തരവ് ഇന്നും നിലവിലുണ്ട്. ചില സവിശേഷ സാഹചര്യങ്ങളിൽ നീതിപീഠത്തിന്റെ പ്രത്യേക അനുമതി വാങ്ങിക്കൊണ്ട് മാത്രമേ മഅദനിക്ക് കേരളത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ മഅദനി ഒന്നാം പ്രതിയായ ഗൂഢാലോചന കേസ് തന്നെ ക്രൈംബ്രാഞ്ച് എഴുതിത്തള്ളിയ സാഹചര്യത്തിൽ കേരള പ്രവേശനത്തിനെതിരായ തടസ്സവും ഒഴിവാകുകയാണ്. ഈ സാഹചര്യത്തിൽ ജാമ്യ വ്യവസ്ഥയിൽ നിയമാനുസൃത ഇളവ് തേടി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് അബ്ദുൽ നാസർ മഅദനി ഇപ്പോൾ. കോയമ്പത്തൂർ സ്ഫോടന കേസിൽ 9.5 വർഷം വിചാരണ തടവുകാരനായി കഴിഞ്ഞ അബ്ദുൽ നാസർ മഅദനിയെ ഒടുവിൽ കോടതി കുറ്റവിമുക്തനാക്കുകയായിരുന്നു. തുടർന്ന് മദ്രാസ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും വിചാരണ കോടതിയുടെ വിധി ശരിവെച്ചതോടെയാണ് മഅദനി കേരളത്തിൽ തിരിച്ചെത്തിയത്. എന്നാൽ അധികം വൈകും മുമ്പേ 2008 ബംഗളൂരു സ്ഫോടന കേസിന്റെ പേരിൽ മഅദനി അറസ്റ്റിലായി. പരപ്പന അഗ്രഹാര ജയിലിൽ ദീർഘകാലം തടവിൽ കഴിഞ്ഞുവെങ്കിലും വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാൻ കർണാടക പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. ദീർഘകാലത്തെ ജയിൽ വാസം മഅദനിയുടെ ആരോഗ്യാവസ്ഥയെ അതീവ ഗുരുതരമായി ബാധിച്ചിട്ടുമുണ്ട്. നിലവിൽ സുപ്രീം കോടതിയുടെ പ്രത്യേക അനുമതിയോടെ വിദഗ്ധ ചികിത്സയ്ക്കായി കേരളത്തിൽ കഴിയുകയാണ് അബ്ദുൽ നാസർ മഅദനി. ഈ സാഹചര്യത്തിലാണ് മഅദനി പ്രതിസ്ഥാനത്തുള്ള വധഗൂഢാലോചന കേസ് ക്രൈംബ്രാഞ്ച് എഴുതിത്തള്ളിയത്. മഅദനിയുടെ ആരോഗ്യാവസ്ഥ അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾക്ക് സവിശേഷ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്.